ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവരാജനും ഭാര്യയും ചേർന്ന് ജാനമയെ നിർബന്ധിച്ച് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ അവിടെ എത്തുന്നതും ഒരു മരണം നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണാത്തതിന് ജാനമിയാണെങ്കിൽ ഇനി എല്ലാവരും കൂടി കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു ചെല്ലുകയാണ് ജാനമ. ഇതേ സമയം അവിടെ അനന്തു ഇരിപ്പുണ്ട്. അനന്തു ജാനമയെ കാണുന്നതും ജാനമ വന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ കണ്ണൻ മുകളിൽ നിന്നും ഇതേ സമയം ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് അമ്മയ്ക്ക് പാലില്ലാത്തതുകൊണ്ടാണ് വേറെ പാല് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി അളവിൽ കൂടുതൽ പാല് കുഞ്ഞിന് കൊടുക്കണ്ട എന്നെല്ലാം പറയുമ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ സാറേ എന്ന് ജാനമ്മ ചോദിക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് ഒന്നും ഉണ്ടായില്ല, പക്ഷേ ഇന്നലെ കുറച്ച് സമയം അടുത്തുള്ള ക്ലിനിക്കിലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഏതായാലും കുഞ്ഞിപ്പോൾ മിടുക്കിയാണെന്നും കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹി ജാനമ്മയെ ഏൽപ്പിക്കുന്നു. ശേഷം ഇത്ര വലിയ വിഷം അകത്ത് ചെന്നിട്ടും കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ജാനമ്മയെ അതിശയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഇനി വീട്ടിലുള്ളവരോട് എന്ത് സമാധാനം പറയുമെന്നും അവർ ചിന്തിക്കുന്നു. പിന്നീട് ദേവരാജന് പാമ്പ് കടി ഏൽക്കുന്നുണ്ട്. അപ്പോൾ വിവരമറിഞ്ഞ് ജാനമ്മയാണെങ്കിൽ അലറി വിളിച്ച് കരയാണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന മഹി എന്തായാലും ജാനമ്മ വേഗം തന്നെ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കരുണയാണെങ്കിൽ കുഞ്ഞു പോയി എന്ന വാർത്ത കേൾക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ദുർഗ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൾക്ക് ഇതെന്ത് പറ്റി, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന വാർത്ത കേൾക്കാനായിട്ട് ഇവൾ കാത്തിരിക്കുന്നത് പോലെയാണെന്നല്ലോ ഇവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് തോന്നുന്നതെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് ദുർഗയെ കാണിക്കാനായിട്ട് കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് മഹിയും കണ്ണനും. കുറച്ച് നേരത്തേക്കാണെങ്കിലും കുഞ്ഞിനെ വിട്ടു പിരിയാനായിട്ട് വല്ലാത്ത വിഷമമുണ്ട് ലേഖയ്ക്ക്. അപ്പോൾ അങ്ങനെ അവർ പോകുന്നു. ശേഷം കുഞ്ഞ് കുറച്ച് നേരത്തേക്കാണെങ്കിലും ഇവിടെ നിന്ന് പോയത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അനന്തുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ വിഷമിക്കുമ്പോൾ മഹി കണ്ണൻ്റെ തറവാട്ടിൽ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് തോന്നിയിട്ടാണ് നമ്മളെ മഹി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷേ അത് ഇത്രത്തോളം അപകടമാകുമെന്ന് ഞാൻ കരുതിയില്ല എന്നെല്ലാം അനന്തു പറയുമ്പോൾ അപകടമോ എന്ന് ലേഖ ചോദിക്കുമ്പോൾ അതെ അപകടം തന്നെ. നിൻ്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയുണ്ട് ലേഖേ. കുഞ്ഞിനെ പ്രസവിച്ചത് മഹിയാണെന്ന കാര്യം മറന്നിട്ടാണ് നീ പെരുമാറുന്നത്. ഞാൻ പലതവണ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, കണ്ണനും മഹിയും കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം നമ്മൾ മുതലെടുക്കാൻ പാടില്ല എന്ന്. അത് ചിലപ്പോൾ നമ്മളും കണ്ണനും മഹിക്കും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ വിള്ളലുകളും വരുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ സ്വയം മനസ്സിനെ തടഞ്ഞു നിർത്തിയേ മതിയാകൂ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് തന്നെ പോകാമെന്ന് തന്നെ ലേഖയോട് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ അനന്തുവിന്. പിന്നീട് കുഞ്ഞിൻ്റെ മരണവാർത്ത കേൾക്കാൻ അതിലൂടെ ലക്ഷ്മിയും കണ്ണനും വാവിട്ട് നിലവിളിക്കുന്നത് കാണാൻ കാത്തിരുന്ന് കരുണയും ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ മഹിയെയും കുഞ്ഞിനെയും കൂട്ടി തറവാട്ടിലെത്തുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് കരുണയ്ക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ ഭയന്നത് തന്നെ സംഭവിച്ചു, കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്നെല്ലാം അമർഷത്തോടെ സ്വയം മനസ്സിൽ പറയുന്നു. തുടർന്ന് കരുണ തന്നെയാണ് താഴേക്ക് ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നത്. അതായത് കുഞ്ഞെങ്ങനെ രക്ഷപ്പെട്ടു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ട് കരുണയ്ക്ക് നല്ല ആകാംക്ഷയുണ്ട്. ഏതായാലും നല്ലവളായിട്ട് നിന്നുകൊണ്ട് അവരുടെയൊക്കെ മുൻപിൽ അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. ഇതേ സമയം ദുർഗ വരുന്നു. അപ്പോൾ എൻ്റെ പേരക്കുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ വാത്സല്യത്തോടെ കുഞ്ഞിനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കണ്ണനും മഹിയും ദുർഗയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് ദുർഗ പറയുന്നുണ്ട്, ഇന്നലെ ഇവൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി. എല്ലാം ഇവൾക്ക് നല്ല മാറ്റമുണ്ടെന്ന് നമ്മളെ കാണിക്കാനുള്ള അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അമ്മ എന്തേ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മയുടെ മാറ്റം സത്യമാണെങ്കിൽ എന്നെയും അങ്ങനെ തന്നെയാണെന്ന് കരുണ പറയുന്നുണ്ട്. ഇവളുടെ മറ്റും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നും ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെല്ലാം ദുർഗ തുറന്നടിച്ച് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദുർഗയെ കൊന്നു കളയാനുള്ള ദേഷ്യം ഉണ്ടാവുന്നുണ്ട് കേട്ടോ കരുണയ്ക്ക്. തുടർന്ന് വിഷം ഉള്ളിൽ ചെന്നിട്ട് പോലും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, എല്ലാത്തിനും എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മതിയെന്നെല്ലാം ദേഷ്യത്തോടു കൂടി മനസ്സിൽ പറയുന്നുണ്ട് കരുണ. പിന്നീട് കരുണ തോമസ് ഡോക്ടറെ ഹോസ്പിറ്റലിൽ എത്തുന്നു. കരുണയെ കാണുമ്പോൾ തന്നെ എന്തായി മോളെ, കണ്ണനും ലക്ഷ്മിയും വാവിട്ട് കരയുന്നത് മോൾക്ക് ഇനി കാണാൻ പറ്റും. ആ ദേവരാജനോട് ഞാൻ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം, എന്നാലും കുഞ്ഞ് പോയെങ്കിൽ അവൻ എന്നെ വിളിച്ച് വിവരം പറയേണ്ടതാണ് എന്നെല്ലാം പ്രതാപൻ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ അച്ഛൻ കേട്ടോ, ആ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. കണ്ണനും ലക്ഷ്മിയും കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് അമ്മയെ കാണിക്കാനായിട്ട് കമലേശ്വരത്തേക്ക് വന്നിരുന്നു എന്ന് കരുണ പറയുന്നത് കേട്ട് ഞെട്ടി വിറച്ച് നിന്ന് പോവാണ് പ്രതാപൻ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കുഞ്ഞിനെ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ പാല് കൂടുതൽ കുടിച്ചതുകൊണ്ടുള്ള ദഹന പ്രശ്നം മാത്രമായിരുന്നു അത്. ഇത്തവണയും അച്ഛൻ പറഞ്ഞു വിട്ടവരൊക്കെ അച്ഛനെ പറ്റിച്ചു എന്നെല്ലാം, എൻ്റെ ഭർത്താവും കണക്കാണ് അച്ഛനും കണക്കാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ഇങ്ങനെ കരുതുള്ളുന്നുണ്ട്.
അപ്പോൾ ഉണ്ണിയും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. നിൻ്റെ അമിതാവേശം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന്. കണ്ണനും ലക്ഷ്മിയും മാത്രമല്ല ആ കുഞ്ഞും എന്തോ പ്രത്യേകതയുള്ളൊരു കുഞ്ഞ് തന്നെയാണെന്നെല്ലാം ഉണ്ണിയും അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു. ഏതായാലും ഉടനെ തന്നെ പ്രതാപൻ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നൊരു കാര്യം കണ്ണൻ അറിയും. അതോടുകൂടി ഇപ്പോൾ കരുണ അവിടെ നടത്തുന്നതെല്ലാം അവളുടെ വെറും അഭിനയമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ണനും ദുർഗയൊക്കെ തിരിച്ചറിയും. അതോടുകൂടി തന്നെ കണ്ണനും ദുർഗയും കൂടി തന്നെയായിരിക്കും കരുണയെ കമലേശ്വരത്ത് നിന്നും അടിച്ചിറക്കി വിടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്